ഇൻഷുറൻസ് കമ്പനീസിന് റോഡ് ആക്സിഡൻറ്റിൻ്റെ പുറത്ത് വരുന്ന പോളിസീസിൽ ചേഞ്ചസ് വരുത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഡ്രൈവറിനെ വെച്ച് വാഹനം ഓടിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഡ്രൈവറിനെ വെച്ച് വാഹനം ഓടിക്കുമ്പോൾ പക്ഷേ ഈ വാഹനം അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഡ്രീം ക്യാപ്ചറിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ മലയാളികളെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പം റീസെൻ്റ് ആയിട്ട് കാണുന്ന കുറച്ച് ആക്സിഡൻറ്റ്, അതിൻ്റെ ഒരു ഇൻഷുറൻസ് ക്ലെയിം, അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ വാഹനം മറ്റൊരാൾക്ക് ഓടിക്കാൻ കൊടുക്കുന്നത് ലീഗലാണോ ഇല്ലീഗലാണോ എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് ഡിസംബറാണ്. ഡിസംബർ 15-ാം തീയതിയാണ്. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ തന്നെ ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഓൾ ഓവർ ദ വേൾഡ് ഇത് പ്രശ്നമല്ല. കാരണം ഓൾ ഓവർ ദ വേൾഡ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് സിമ്പിളാണ്. ഇതിൽ ആൻസറായിട്ട് വരുന്നത് നമ്മളതിൽ ലൈസൻസും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഒരു വാഹനം ഓടിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അത് ഫ്രണ്ടിൻ്റെ ആയിക്കോട്ടെ റിലേറ്റീവ്സിൻ്റെ ആയിക്കോട്ടെ, വാഹനം ഓടിക്കുന്നതിന് വാഹനത്തിൻ്റെ പേപ്പേഴ്സ് ക്ലിയറാണ്, നമ്മുടെ കയ്യിൽ വാലിഡ് ആയിട്ടുള്ള ഡ്രൈവ് ലൈസൻസ് ഉണ്ട്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ വാഹനം നമുക്ക് ഓടിക്കാം വിത്ത് ട്രാഫിക് റൂൾസ് നോക്കി കൃത്യമായിട്ട് ഓടിക്കുകയാണെങ്കിൽ ആ വാഹനം ഓടിക്കുന്നതിൽ ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല, ലീഗലാണ്. പക്ഷേ കേരളം എന്ന് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്ക്, ആ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് വണ്ടി ഓടിക്കുന്നത് ലീഗലാണോ എന്ന് ഇൻ കേരള എന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നോ, ഇറ്റ്സ് നോട്ട് ലീഗൽ എന്നാണ് RTOയുടെ റൂൾ അനുസരിച്ചെന്ന് കാണിക്കുന്നത്. ജസ്റ്റ് എൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കാം. അത് മൊത്തത്തിൽ അങ്ങനൊരു കൺസേൺ നമുക്ക് തരുന്നില്ല. പക്ഷേ എന്നാൽ അതിൻ്റെ അകത്തിൽ അക്കോർഡിംഗ് ടു RTO എന്ന് കാണിച്ചിട്ട് നമ്മുടെ സ്പോസ്, അതായത് നമ്മുടെ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ കുട്ടികൾ, പേരൻസ്, നമ്മുടെ ബ്ലഡ് റിലേഷനുള്ള അല്ലാത്ത ആൾക്കാർ, അതായത് ബ്ലഡ് റിലേഷനുള്ള ആൾക്കാരല്ലാതെ മറ്റാൾക്കാരാണ് വാഹനത്തിൽ യാത്ര ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് കള്ള ടാക്സി ആയിട്ട് കൂട്ടുമെന്നാണ്. അപ്പോൾ അത് ക്രിമിനൽ ഒഫൻസ് ആയിട്ടാണ് ഇതിനകത്തിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്, നമ്മളിതൊരു വാഹനം മറ്റൊരാൾക്ക് ഓടിക്കാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ ഒരു ഓതറൈസേഷൻ ലെറ്റർ കൊടുക്കണം എന്നൊക്കെ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് ഈ ചെക്കിങ്ങിൻ്റെ സമയത്ത് അങ്ങനത്തെ ഉള്ള ഓതറൈസേഷൻ ലെറ്റർ, നമ്മളൊരു ലെറ്റർ കാണിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. കൊറോണയുടെ സമയത്ത് നമ്മൾ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കൺസെൻറ്റ് എഴുതിക്കൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ അങ്ങനത്തെ ഉള്ളൊരു സംഭവം ഒന്നും നമുക്കിതിൽ പോസിബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ നിർത്തുകയാണ്. അതായത് ഈ വാഹനം നമ്മൾ മറ്റൊരാൾക്ക് ഓടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് റിലേഷനുള്ള ആൾക്കാർക്കല്ലാതെ ഫ്രണ്ട്സിനായാലും റിലേറ്റീവ്സിനായാലും ഓടിക്കാൻ കൊടുക്കുന്നത് ഇല്ലീഗലാണെന്നാണ് പൊതുവേ നമുക്കിപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആലപ്പുഴയിലെ ഡോക്ടർമാർ, മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ ഒരു കേസിൻ്റെ റിസൾട്ടും അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള വാഹനാപകടങ്ങളിലൊക്കെ റിസൾട്ട് നമുക്ക് കേസ് വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആലപ്പുഴയിൽ നടന്നതിൻ്റെ റിസൾട്ട് നമുക്ക് അപ്ഡേറ്റ് നോക്കേണ്ടി വരും. ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും, ഇങ്ങനെ ഓടിക്കാൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ. പക്ഷേ വർഷങ്ങളായിട്ട് ഏകദേശം ഒരു 10 വർഷത്തിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് കേസസ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇത്തരത്തിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ വാഹനം കൊടുത്തു വിട്ടിട്ട് ഫൈൻ അടയ്ക്കപ്പെട്ട ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ലീഗലി വാഹനം പിടിച്ചെടുത്ത് വെച്ച കേസസ് ഉണ്ട്. പിന്നെ കൂടുതലും ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് വേണ്ടി, ഇപ്പോൾ സ്മഗ്ലിങ് പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്ത വാഹനങ്ങൾ ഇത്തരത്തിൽ കേസിൽ പെടുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും വാഹനത്തിൻ്റെ ഉടമയുടെ പേരിൽ തന്നെയാണ് കേസ് വരിക. പിന്നീട് അദ്ദേഹം ഊരി വരാനായിട്ട് കുറേ വർഷങ്ങളെടുക്കും. വാഹനം തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന കേസസാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പം നമ്മുടെ കേരളത്തിൽ അങ്ങോട്ടുള്ള ധാരാളം പോലീസ് സ്റ്റേഷനിൽ നല്ല നല്ല വാഹനങ്ങൾ കിടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അത് കണ്ടിട്ട് നമ്മൾ നെടുവീർപ്പെടാറുണ്ട്. അപ്പം അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വാഹനം നമുക്ക് തന്നെ യൂസ്ഫുൾ ആവുന്ന രീതിയിലേ നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ. അതായത് വാഹനം ഓടുന്നത് നമുക്ക് വേണ്ടിയിട്ടായിരിക്കണം. MVD അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ വാഹനം ചെക്ക് ചെയ്യുമ്പോൾ ഇനിയും തൊട്ട് കൺസേൺ ആവുന്നത് ആ വാഹനം നമുക്ക് വേണ്ടിയാണ് ഓടുന്നത് എന്ന് അവർ ഉറപ്പുവരുത്തി. ഇപ്പോൾ നമുക്കറിയാം, ഡ്രൈവറിനെ വെച്ച് വാഹനം ഓടിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഡ്രൈവറിനെ വെച്ച് വാഹനം ഓടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഡ്രൈവർ നമ്മളില്ലാതെ
വാഹനം ഓടിക്കുന്ന സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി വരിക, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരിക. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ എന്തായാലും ഡ്രൈവർ വെച്ചിട്ട് വാഹനം ഓടിക്കുന്ന ആൾക്കാർ ഈ ഡ്രൈവറിന് വാഹനം കൊടുത്തു വിടുകയാണ് ചെയ്യാറ്. ഒരിക്കലും അതിൻ്റെ അകത്തിൽ ചിലപ്പോൾ ഈ ഡ്രൈവർ മറ്റൊരാളെ കയറ്റുകയാണെങ്കിൽ തന്നെ അത് നമ്മളെ സംബന്ധിച്ചും MVDയെ സംബന്ധിച്ചും അത് ഇല്ലീഗൽ ആക്ടിവിറ്റി തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കേസസൊക്കെ വരുമ്പോഴത്തേക്ക് ഡ്രൈവറിൻ്റെ സൈഡിലോട്ടല്ല അതിൻ്റെ ലീഗൽ പ്രൊസീജിയേഴ്സ് വരിക, ലീഗൽ ഇമ്പാക്റ്റ് വരിക നമ്മുടെ നേരേക്ക് തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും അതൊക്കെ ആ കാര്യത്തിലൊക്കെ നിങ്ങൾ തന്നെ കെയർഫുൾ ആയിട്ടിരിക്കുക. അപ്പോൾ ഇത്രയും നമുക്ക് പറയാനുള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് ഫ്രണ്ട്സിനോ ഫാമിലിക്കോ വാഹനം കൊടുത്തു വരുന്നത് MVDയുടെ സൈഡിൽ നിന്നും ഇല്ലീഗലാണ്. ഇനി നമ്മൾ ഏത് സൈഡാണ് നോക്കേണ്ടത്? നമ്മുടെ ഇൻഷുറൻസ് സൈഡാണ്. മെയിനായിട്ട് ഇങ്ങനെയുള്ള കേസസൊക്കെ വരുമ്പോഴത്തേക്ക് MVD അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥലത്തു നിന്നും നമുക്കൊരു ചെല്ലാൻ ട്രാഫിക് പെറ്റിയേ നമുക്ക് വരുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും വാർണിംഗ് കാര്യങ്ങളൊക്കെ വരുള്ളൂ. പക്ഷേ ഈ കേസ് ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ ഈ കൊടുത്തുവിടുന്ന വാഹനം ചെക്കിങ്ങിൽ പെടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് ഉണ്ട്. പക്ഷേ ഈ വാഹനം അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആലപ്പുഴയിലെ കേസിൽ നമ്മൾ രൂക്ഷമായിട്ട് അന്വേഷിക്കേണ്ട ഒരു കാര്യം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ MVDയെ പല കാര്യത്തിലും പ്രതിക്കൂട്ടി നിർത്താറുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ മെയിനായിട്ടുള്ള മാധ്യമങ്ങൾ ഒരിക്കലും അവർക്ക് പൈസ കൊടുക്കുന്ന ഇൻഷുറൻസ് കമ്പനീസിനെ ഒരിക്കലും പ്രതിക്കൂട്ടി നിർത്താറില്ല. അവർക്കും പരസ്യമാണ് മെയിൻ. പക്ഷേ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ അതൊന്ന് കൺസേണായിട്ട് എടുക്കണം. അതുപോലെ തന്നെ സർക്കാരും ഇത് ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇൻഷുറൻസ് കമ്പനീസിന് റോഡ് ആക്സിഡൻറ്റിൻ്റെ പുറത്ത് വരുന്ന പോളിസീസിൽ ചേഞ്ചസ് വരുത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് ആലപ്പുഴയിൽ നടന്ന ആ ഒരു അപകടം, മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ച ആ ഒരു അപകടത്തിൽ ക്ലെയിം കിട്ടാത്ത ഒരു സാഹചര്യം, ആ ഒരു സാഹചര്യത്തിൽ പോകുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ പോവാതെ അവർക്ക് വേണ്ട ഇൻഷുറൻസ് പരിരക്ഷ കിട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പൗരന്മാരുടെയും ആവശ്യമാണ്. അപ്പോൾ അതിലേക്കൊരു കൺസേൺ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതനുസരിച്ച് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് നടത്തിയേ പറ്റുള്ളൂ. അപ്പോൾ അതൊരു വളരെ നെഗറ്റീവായിട്ടൊരു കൺസേൺ ആണ്. എന്തെങ്കിലും ഒരു കാരണം വെച്ചിട്ട് ക്ലെയിം ഡിനൈ ചെയ്യുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ക്ലെയിം കിട്ടുക എന്നുള്ളത് തന്നെയാണ് ആ ഒരു കേസിൽ നമുക്ക് കിട്ടേണ്ട ഒരു നീതി എന്ന് പറയുന്നത്. നീതി ന്യായം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു കേസിനെ നമുക്ക് ഫോളോ അപ്പ് ചെയ്ത് നോക്കാം. MVD അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസൊക്കെ നോക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് പിന്നീടുള്ള കേസസാണ്. പക്ഷേ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി എങ്ങനെ നമ്മളെ എടുക്കുന്നു എന്നുള്ളത് വളരെ അധികം കൺസേൺ എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു ഫോളോ അപ്പ് നോക്കാം. എന്തായാലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് കാസ്ട്രോ തൊപ്പിക്ക് വണ്ടി കൊടുക്കാതിരുന്നതും അതുപോലെ തന്നെ നമ്മൾ മറ്റൊരാൾക്ക് വണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കേസ് പറഞ്ഞിട്ട് കുറച്ച് നാളത്തേക്ക് ഈ ഒരു റിസൾട്ട് വരുന്നത് വരെ കൊടുക്കാതിരിക്കുന്നതും തന്നെയാണ് അഭികാമ്യം. പക്ഷേ എന്നെ സംബന്ധിച്ച് മറ്റൊരാൾക്ക് വാഹനം ഓടിക്കാൻ കൊടുക്കുന്നത് എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. മറ്റൊരാളെന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്, നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാർക്ക് വാഹനം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സാമൂഹ്യ ബാധ്യതയാണ്. നമ്മളിത് കൊടുക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതനുസരിച്ച് ഒരു നിയമം നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് വരട്ടെ. അത് വണ്ടിയെ ജസ്റ്റ് ഇൻ കേസ് എന്തെങ്കിലും രീതിയിൽ ആക്സിഡൻ്റ് ആവുകയാണെങ്കിൽ, മൈനർ ആയിക്കോട്ടെ മേജർ ആയിക്കോട്ടെ, അതിൻ്റെ ക്ലെയിമ് കാര്യങ്ങളൊക്കെ ലീഗലായിട്ട് തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള നിയമവ്യവസ്ഥ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സക്രിയ സ്റ്റീഫൻ സൈനിങ് ഓഫ് ഫ്രം ഡ്രീം ക്യാപ്ചറിങ്.